ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിയാക്ഷൻ ആണ്. ഒരു റോസ്റ്റ് വീഡിയോ ഉണ്ട്. റോസ്റ്റർ ചച്ചു ചെയ്തതാണ്. കാരണം ഇതൊരു പേട്ടപ്പടാണ്. അതാണ് നമ്മുടെ ഹൈലൈറ്റ്. ആളുടെ ഡയലോഗിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഡയലോഗ് അതാണ് കേട്ടോ. അത് എപ്പോഴാണ് വരിക, ഏത് സ്ഥലത്താണ് ആള് പ്ലേസ് ചെയ്യുന്നത് അറിയാനൊരു ത്രില്ല. അത് രസാ. എന്താണെങ്കിലും ഇന്നത്തെ റോസ്റ്റ് ബബ്ബയാണ്. ഇച്ചിരി ബാ കൂടിപ്പോയോ? എല്ലാം കുറച്ച് കൂടുതലായിരുന്നു. അപ്പൊ പിന്നെ കുഴപ്പമില്ല, രണ്ട് ബാ കൂടിയാലോ ഒരു വിഷയമല്ല, ഒരു പ്രശ്നമല്ല. എന്തായാലും ബബ്ബ സിനിമയുടെ റോസ്റ്റ് വീഡിയോ ആൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ഇത് അയച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് ഗംഭീരമായിട്ടാണ്. റോസ്റ്റർ ചർച്ച ചെയ്തതിലെ ഏറ്റവും ബെസ്റ്റ് റോസ്റ്റ് വീഡിയോ ഇതാണെന്നൊക്കെയാണ് ചിലർ പറയുന്നത്. ആള് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും സൂപ്പർ വീഡിയോ ഇതാണെന്നാണ് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്, അല്ലാണ്ട് മെസ്സേജും വരുന്നുണ്ട് കേട്ടോ ഇത് ചെയ്യാൻ പറഞ്ഞിട്ട്. എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. പിന്നെ വേറെ കാര്യമുണ്ട്, ഇത് റോസ്റ്റ് വീഡിയോ ആണ്. ആ രീതിയിൽ ആ സെൻസിൽ എടുക്കണം. മറ്റൊരു പറഞ്ഞ പോലെ നോ ലോജിക് പോലെ ഇത് റോസ്റ്റ് വീഡിയോ ആണ്. ആ രീതിയിൽ മാത്രം ഇതിനെ കണ്ടാൽ മതി. കാരണം പ്രത്യേകിച്ച് നമുക്കറിയാം, ദിലീപിന്റെ സിനിമകൾ റോസ്റ്റ് വരുമ്പോൾ തീർച്ചയായും റിയൽ ലൈഫും ഇതും തമ്മിലുള്ള കണക്ഷൻ ഇട്ടുള്ള റോസ്റ്റ് വരാറുണ്ട്. ആ രീതിയിലുള്ള പ്രയോഗങ്ങൾ വരും. അത് നമ്മൾ ആ രീതിയിൽ എടുക്കണം, ഇത് റോസ്റ്റ് ആയതുകൊണ്ട്. പിന്നെ മറ്റൊന്ന്, അതായത് ഈ സിനിമയിൽ അത് നല്ലോണം ഉണ്ട്. സിനിമയും റിയലും തമ്മിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഈ സിനിമ മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത്. അതിങ്ങനെ ചെയിൻ പോലെ പോകും, എല്ലാം കൂടി അവര് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, അപ്പൊ എന്തായാലും നമുക്ക് ഊഹിക്കാം റോസ്റ്റിൽ എന്തായാലും ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അതെ, അപ്പൊ ആ രീതിയിൽ ഉൾക്കൊള്ളാം. റോസ്റ്റ് വീഡിയോ റോസ്റ്റ് ആയിട്ടും ട്രോൾ വീഡിയോ ആയിട്ടും അങ്ങനെ കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെ, അപ്പൊ നമുക്ക് കാണാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കംബാക്ക് സ്റ്റാറിനെ കുറിച്ചാണ്. മൂപ്പര് എല്ലാ കൊല്ലം കംബാക്ക് എന്ന് പറഞ്ഞ് ഓരോ വളിച്ച പടം ഇറക്കും. അപ്പ എന്നെ പൊട്ടിത്തെറിക്കും. എന്നിട്ട് കേക്ക് വാങ്ങാൻ പോവും, കേക്ക് മുറിക്കും, അടുത്ത പടം ചെയ്യും, വീണ്ടും കേക്ക് മുറിക്കും, അടുത്ത പടം ചെയ്യും, വീണ്ടും കേക്ക് മുറിക്കും. ഇതാണ് മൂപ്പരുടെ ഹോബി. ഇങ്ങനെ പോയാ ഞാൻ വല്ല ഷുഗറും വന്ന് ചാവും. പടം തുടങ്ങുന്നതന്നെ ഒരു എക്സ്ക്യൂസ് കാട്ടിയിട്ടാണ്. ഇത് ലോജിക്കില്ലാത്ത പടാണ്, ആരും കുറ്റം പറയല്ലേ എന്നുള്ള ഒരു ഡിസ്ക്ലൈമർ കാട്ടിയിട്ടാണ് ഈ പടം തുടങ്ങുന്നത്. ബോർഡ് കുത്തി വെച്ചിട്ടുണ്ട്, ഇനി എന്ത് ഊളത്തരം വേണേ കാണിക്കാം. ഇതേപോലെ ലോജിക്ക് ഇല്ലാത്ത ഒരു പടമാണ് CID മൂസ. പക്ഷെ അതൊരു നല്ല പടമാണ്, നല്ല എന്റർടൈൻമെന്റ് ആണ്. അല്ലാണ്ട് കാട്ടവരാതും ഉണ്ടാക്കിയിട്ട് ഒരു ബോർഡ് വെച്ചിട്ട് ഇറക്കിയിട്ട് കാര്യമില്ല പേട്ട. പടത്തിന്റെ തുടക്കത്തിൽ തന്നെ അവരാധിച്ച ഒരു പിള്ളേരുടെ ഗ്യാങ് കാട്ടിയിട്ടാണ്. അവർ ഈ റോട്ടിൽ കൂടെ പോണ ആൾക്കാരുടെ കാറൊക്കെ സ്ക്രാച്ച് ഇടും. ഇതൊക്കെ കൈ കിട്ടണമായിരുന്നു, അടിച്ച് കാലക്ക് കൈ കൊടുത്തത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവന്മാര് നാട്ടുകാര് നമ്മളെ ഒരേപോലെ വെറുപ്പിച്ച് കഴിഞ്ഞിട്ട് ഓടിയിട്ട് ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ പോവും. അവിടെ ഒരു CBSE പിള്ളേരുണ്ടാവും. എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടി ഒരു മാച്ച് വെക്കും. ആരാണ് ഏറ്റവും കൂടുതൽ വെറുപ്പിക്കണേന്നുള്ളൊരു മാച്ച്. ജനിച്ച വൃത്തികെട്ട പുത്രന്മാരെ എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ പേട്ട പിള്ളേരെല്ലാവരും കൂടിയിട്ട് പേട്ടന്റെ ഒരു സ്റ്റോറി പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ആ മറ്റേ പിള്ളേർക്ക് ആ കഥ പറഞ്ഞു കൊടുക്കും. പേട്ടൻ ഒരു മന്ത്രിനെ കിഡ്നാപ്പ് ചെയ്യാനായിട്ട് ഒരു സ്ഥലത്തേക്ക് വരും. പിന്നെ പേട്ടൻ ഈ സിനിമയില് തലയാട്ടിയിട്ടുള്ള ഒരു സ്വാഗ് ഉണ്ട്. മൂപ്പര് ഇത് കട്ട മാസാണെന്നാണ് വിചാരിക്കണേ, പക്ഷെ നല്ല അപരാധമായിട്ടുണ്ട്. പിന്നെ നമ്മൾ പേട്ടൻ അവിടെ നിന്ന് നടന്നു വരുന്ന സമയത്ത് അവിടെ ഒരു പഴത്തൊലി കാണും. അപ്പൊ അപ്പുറത്തിരിക്കുന്ന ആൾക്കാര് പേട്ടന് വഴിക്ക് വീഴുന്ന് പറയും. അപ്പൊ പേട്ടൻ അതൊക്കെ പണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇതിനെക്കാളും കഞ്ഞി കൂറ കോമഡി ഇങ്ങനെ പടത്തില് പറയുന്നുണ്ട്. എന്നിട്ട് OTT വന്നപ്പോ അത് കട്ട് ചെയ്തു. അവൻ ആദ്യമായിട്ട് കിഡ്നാപ്പ് ചെയ്തത് ലളിതാംബികയായിരുന്നു. തന്റെ കറുത്ത മറിഞ്ഞിന് 100 അഴകാണെന്ന് നാട്ടുകാർ പറയാറുണ്ടായിരുന്നു. ലളിതാംബിക. എന്നിട്ട് അവളെ അവൻ എന്ത് ചെയ്തു? കൊണ്ടുപോയി ഒരുപാട് പശുവാണോ? പിന്നെ ആരെന്ന് വിചാരിച്ചു? ഞാൻ വെറും കച്ചറയല്ല, മഹാ കച്ചറ. അത് ഈ സിനിമയിൽ ഈ സീൻ കണ്ടാൽ ആർക്കും അത് മനസ്സിലാവും. ബോഡി ഷേമിങ്ങിന്റെ നിയമമാണോ? നിയമൊക്കെ ഉണ്ടെങ്കിൽ പേട്ടൻ പണ്ടേ എത്തേണ്ട സ്ഥലത്ത് എത്തിയാലേ. അത് കഴിഞ്ഞിട്ട് പേട്ടൻ മന്ത്രിക്ക് വയറിളകാനായിട്ടുള്ള പൊടി കലക്കി കൊടുക്കും. അങ്ങനെ മന്ത്രി സൈഡാവുമ്പോ പേട്ടൻ മന്ത്രിനെ കിഡ്നാപ്പ് ആക്കിയിട്ട് ആ സ്ഥലത്തുനിന്ന് പോവും.
പിന്നെ അങ്ങോട്ട് പോലീസുകാർ വരുമ്പോ നമ്മുടെ പേട്ടൻ നമ്മുടെ ധ്യാൻ ചേട്ടന്റെ വാങ്ങിയൊരു ബോംബ് അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് എറിയും. അങ്ങനെ ആ സ്ഥലം തന്നെ കത്തിച്ചാമ്പലാവും. ഇത് കാണുന്ന കുട്ടികളുണ്ടെങ്കിലും ആരെങ്കിലും മുതിർന്ന ആളുകളുടെ ഇതില്ലാതെ ഈ സാധനങ്ങളൊന്നും പൊട്ടിക്കാൻ നിൽക്കത്തില്ല. ഭയങ്കര ഡേഞ്ചറാണ്. അത് കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ ഇത് പൊട്ടിക്കഴിഞ്ഞിട്ടേ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് പേട്ടനൊരു ചേച്ചിനെ കൂടെ വിളിക്കുക. എന്നിട്ട് ഇവര് മന്ത്രിനെയും കൂട്ടിയിട്ട് വണ്ടി മാറ്റിയിട്ട് ഗില്ലിയിലെ പാട്ടൊക്കെ ഇട്ടിട്ട് ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തിട്ട് കട്ട മാസിലൊരു പോക്കങ്ങ് പോവും. ഈ ഡ്രോൺ ഷോട്ടും ഗില്ലിയിലെ ഈ പാട്ടൊക്കെ ഇട്ടിട്ട് ഇവരെങ്ങോട്ടാ പോണേന്നറിയും. മന്ത്രിക്ക് തൂറാൻ മുട്ടിയിട്ട് കക്കൂസയ്ക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് നിങ്ങട്ടെ. പിന്നെ പോലീസുകാർക്ക് അന്ന് പേട്ടനോട് അംബാസഡർ കാർ കിട്ടും. അതിലൊരു ഡൈപ്പർ ഉണ്ടാവും. എന്നിട്ട് അത് വെച്ച് ഇവര് കാട്ടി കൂട്ടുന്ന കോമഡി ഉണ്ട്. ഇതിലും ഭേദം പഴുത്തൊലി ചവിട്ടി വീഴന്തായിരുന്നു. പിന്നെ അങ്ങോട്ട് മന്ത്രിയുടെ മോൻ കേസ് അന്വേഷിക്കാനായിട്ട് ചെന്നൈയിൽ നിന്ന് നാട്ടിക്ക് വരും. ഈ നിമിഷം മുതൽ എന്റെ റോൾ മോഡൽ. ഇനി നോ മോർ ക്രൈം. ഇത്രയ്ക്കൊക്കെ തള്ളാനായിട്ട് ചെന്നൈ അണ്ണൻ നിനക്ക് എന്നിട്ടാണ് വാങ്ങി തന്നെ. ചെന്നൈ അണ്ണൻ ചെന്നൈയിൽ നിന്ന് വന്നപ്പോ എനിക്ക് സാമ്പാർ സാധനം തന്നു. അതാണ് ഞാൻ തള്ളത്. ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേരെ വരെ കളിയാക്കി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഈ പേട്ടപ്പടം എഴുതിയ ആള് വരും. മൂപ്പരുടെ പേര് സഫർ. മൂപ്പർ ഈ സ്ക്രീനിൽ വന്ന നാട്ടുകാർക്ക് സഫർ. അത് കഴിഞ്ഞിട്ട് പേട്ടൻ മന്ത്രിനെ ഒരു സ്ഥലത്ത് കൊണ്ട് ലോക്കാക്കും. എന്നിട്ട് പോലീസുകാർക്ക് ഒരു മെസ്സേജ് അയക്കും. ഈ കേരളം ഞാൻ ഒറ്റയ്ക്ക് നന്നാക്കും. ഈ മന്ത്രിക്കെതിരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു വണ്ടി ഇട്ടുണ്ട്. അവിടെ പരാതി എഴുതിക്കോ. ഈ കേരളത്തിന് ഞാൻ മൊത്തത്തിൽ നന്നാക്കും. ഗൾഫിലേക്ക് ആണെങ്കിണ്ടല്ല ആളാരാന്ന് പോലും നോക്കില്ല. അപ്പൊ തന്നെ നല്ല കുട്ടികള്. ആ നിയമം ഇവിടെയും കൊണ്ടുവരണം. പിന്നെ ഒരു രാത്രി പേട്ടൻ അവിടുന്ന് വണ്ടി അടിച്ചു വരും. അപ്പൊ പോലീസുകാർ ചേസ് ചെയ്യും. അപ്പൊ ആ ഡൈപ്പറിന്റെ കോമഡി അടിച്ച പോലീസുകാരനുണ്ടല്ലോ പേട്ടന്റെ കൂട്ടുകാരനാ. ഇത് എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. ആ ഡൈപ്പറിന്റെ കോമഡി കേട്ടപ്പോ എനിക്ക് മനസ്സിലായി പേട്ടന്റെ ആളെന്ന്. പിന്നെ പേട്ടനും പോലീസും കൂടിയിട്ട് ശിവകാശി പടക്കക്കടയുടെ ഓണറായിട്ടുള്ള നമ്മുടെ പടക്കക്കടയിൽ പോയിട്ട് അമ്മിട്ടും വാണും വാങ്ങും. എന്നിട്ട് പേട്ടൻ പോലീസുകാരെ വാണം വിട്ട് കൊല്ലും. ഇതൊക്കെ എന്ത് ഈ വെറുപ്പിക്കലൊന്നും പോരാണ്ട് പുതിയതായിട്ട് വെറുപ്പിക്കാനായിട്ട് നമ്മുടെ കിങ്കാനെ തന്നെ ഇറക്കും. എന്നിട്ട് പഴയ പാട്ടുകളൊക്കെ ഇട്ട് അത് നശിപ്പിക്കും. പിന്നെ പടം കാണാൻ തിയേറ്ററിൽ വന്ന ആൾക്കാരുടെ കണ്ണുമ്മേക്ക് ലൈറ്റ് അടിച്ച് അവരെ ടോർച്ചർ ചെയ്യും. ഇപ്പൊ നിങ്ങൾ ചോദിക്കും പേട്ടനെന്ത് ഈ വാണം വെച്ച് ഇങ്ങനെ അപരാധം കാണിക്കണേന്ന്. കാരണം ഇതൊരു പേട്ടപ്പടണം. പോലീസുകാരെ പടത്തിന്റെ കലിപ്പില് നമ്മുടെ ചെന്നൈയുടെ പേട്ടന്റെ പിള്ളേരെ മൊത്തം സ്റ്റേഷനിൽ കൊണ്ടുവരും. അപ്പൊ അങ്ങോട്ട് നമ്മുടെ സലീമേട്ടൻ വന്ന് രക്ഷിക്കും. എന്നിട്ട് സലീമേട്ടന്റെ ഐക്കോണിക് സീൻ ഉണ്ടല്ലോ, ഉമ്മാരത് റിപ്പീറ്റ് അടിച്ചിട്ട് മൂപ്പരെ കൊണ്ട് ചെയ്യിപ്പിക്കും. മൂപ്പരുടെ ഈ പടത്തിലെ റോളിന്ന് ശരിക്കും അത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പ്രാവശ്യം സോഡ പൊട്ടിക്കുക. അങ്ങനെ ആക്കി കളഞ്ഞു അവന്മാര്. അത് കഴിഞ്ഞിട്ട് പേട്ടനത് പടക്കം പൊട്ടിച്ച് കൊന്ന പോലീസുകാരുടെ ബോഡി നമ്മുടെ ചെന്നൈ അണ്ണൻ അയച്ചു കൊടുക്കും. ചെന്നൈ അണ്ണൻ അവിടെ വെച്ചിട്ട് ഈ സ്മെല്ലടിക്കുമ്പോ ഈ സ്മെല്ലിക്ക് നല്ല പരിചയം ഉണ്ടല്ലോ. അപ്പൊ തന്നെ നമ്മുടെ ധ്യാൻ ചേട്ടനെ അങ്ങോട്ട് വിളിക്കും. അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യം അവൻ പറയാ പരസ്യമായിട്ട് അവന് ഗുരുപൂജ ചെയ്യണമെന്ന്. അമ്പലത്തിന് നടയിൽ വെച്ച് ധ്യാൻ ചേട്ടൻ എവിടെയാണ്? 2 മാസമായി നമ്മൾ പുതിയൊരു റോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ട് ഇങ്ങനെ മടി പിടിച്ച് വീട്ടിലിരിക്കാണ്ട് പുതിയ പടമൊക്കെ ചെയ്ത് പൊട്ടിക്ക്. നോക്കാതെ ചെയ്തിരിക്കും. അതുകൊണ്ട് നമ്മുടെ ചെന്നൈ കൊണ്ട് പേട്ടന്റെ വീട് കാട്ടി കൊടുക്കും. എന്നിട്ട് പേട്ടന്റെ ഫ്ലാഷ് ബാക്ക് ഒക്കെ പറയും. ഈ സമയത്ത് നമ്മുടെ പേട്ടനും മന്ത്രിയും കൂടി വണ്ടിയിൽ പോയോണ്ടിരിക്കുന്ന സമയത്ത് തമിഴ്നാട്ടിൽ നിന്ന് ഒരു അപരാധം വണ്ടി പിടിച്ച് വരും. സിനിമ അത് കഴിഞ്ഞിട്ട് മന്ത്രി നമ്മുടെ പേട്ടനോട് ചോദിക്കും, നീ ആരാടാ നിന്റെ ഫ്ലാഷ് ബാക്ക് പറയാൻ പറയും. അപ്പൊ പേട്ടൻ ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങും. ഒരു ദാരിദ്ര്യം പിടിച്ച ഫ്ലാഷ് ബാക്ക്. അതില് പേട്ടന്റെ തന്തയാണ് നമ്മുടെ ദാരിദ്ര്യം സ്റ്റാർ.
சாப்பிட்டு 10 நாளாச்சம்மா 10 ரூபாய் தர்மம் கொடுமா ரொம்ப பசிக்குது தாயே ആരെങ്കിലും മൂപ്പർക്ക് ഒരു ബട്ടൺസോ ഷർട്ടെങ്കിലും വാങ്ങി കൊടുക്കണേ. ബ്രഹ്മയുഗം തൊട്ട് മൂപ്പരുടെ അവസ്ഥ ഇതാണ്. പിന്നെ പേട്ടന്റെ തള്ളിയും തന്തയും പടവും എന്നിട്ട് പേട്ടന് ഒരു ഭ്രാന്തനായിട്ട് മാറും. എന്നിട്ട് സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെക്കന്റെ തലമണ്ടയ്ക്ക് അടിച്ച് അവനെ കൊന്നിട്ട് പേട്ടൻ ജയിലിൽ പോവും. പിന്നെ ജയിലിലുള്ളവർക്ക് നമ്മുടെ പേട്ടന് ഭ്രാന്താന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ഭ്രാന്താശുപത്രി കൊണ്ടാക്കും. അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പേട്ടൻ വലുതായിട്ട് വലിയ പേട്ടനാവും. എന്നിട്ട് ആ സ്ഥലത്ത് നിന്ന് നമ്മുടെ പേട്ടൻ ഒരു ദിവസം ചാടും. എന്റെ സെൻട്രൽ ഭഗവതി ജയിൽ ഭഗവാനെ കഴിഞ്ഞിട്ട് പേട്ടൻ അവിടുന്ന് വണ്ടി കയറിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവും. അവിടെ വെച്ചിട്ട് ഏട്ടനെ കാണും. അപ്പൊ പേട്ടന്റെ രോമം പൊന്തും. മോനെ അയ്യോ ഏട്ടന് കൈ കോച്ചി പിടിച്ചു മോനെ. പണ്ട് ഞാൻ സിമ്പിളായിട്ട് ചെയ്തത് അവന്മാര് വീണ്ടും ചെയ്യാൻ പറഞ്ഞിട്ട് ആ സീൻ നശിപ്പിച്ചു കളഞ്ഞു മോനെ. പിന്നെ ഏട്ടനെ ട്യൂൺ ചെയ്യും. എന്താ മോനെ എന്നെ ഇങ്ങനെ നോക്കണേ? എന്നെ ട്യൂൺ ചെയ്യടോ. പിന്നെ ഏട്ടന് കുറച്ച് സൂപ്പർ പവർ ഒക്കെ ഉണ്ട്. മോനെ ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ? പിന്നെ ഏട്ടന് ആളുടെ പേരിങ്ങനെ സ്ലോഗൻ ചെല്ലടന്മാരിങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും. ഗില്ലി ബാല എന്ന തലക്കെട്ടോട് കൂടി വരണം. ശ്രദ്ധിക്കണം, ദില്ലി ബാല അല്ല ഗില്ലി ബാല. ഗാനഭൂഷണം നെയ്യാറ്റിൻകര ഗോപൻ. അത് കഴിഞ്ഞിട്ട് ഏട്ടനും ഫ്രണ്ട്സ് ആവും. അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാര് പേട്ടനോട് ഏട്ടൻ ആരാന്ന് പറഞ്ഞു കൊടുക്കും. അണ്ണന് പല നാട്ടിലും പല പേരാ. തെലുങ്ക് നാട്ടിൽ ബാലയ്യ, കന്നഡ നാട്ടിൽ ബാലണ്ണ. പിന്നെ അവിടെ വന്നിട്ട് പേട്ടന് മുണ്ട് മടക്കി കുത്താൻ അറിയില്ല എന്ന് ഏട്ടനോട് പറയും. അപ്പൊ ഏട്ടൻ അതൊക്കെ ഞാൻ കാട്ടി തരാന്ന് പറഞ്ഞിട്ട് അങ്ങ് കാട്ടി കൊടുക്കും. പിന്നെ പേട്ടൻ ഡൈപ്പർ പോലീസിന്റെ ഏട്ടന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് പരിചയപ്പെടുത്തും. അപ്പൊ അവൻ ഞാൻ ഏട്ടന്റെ കട്ട ഫാനാണെന്ന് പറയും. അപ്പൊ എന്നെ നമ്മുടെ ഏട്ടൻ ചാർജ് ആവും. പിന്നെ ഒരു ദിവസം ഏട്ടൻ ഈ പഞ്ചായത്ത് വിട്ടു പോവാണെന്ന് പേട്ടനോട് പറയും. എന്നിട്ട് ഈ പഞ്ചായത്ത് നീ നോക്കണമെന്ന് പറയും. ഹീറോയിസ് അല്ല, അവരാതും പീക്ക് ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല. വേഗം പൊക്കോ, അല്ലെങ്കിൽ സ്പേസിൽ വീടെടുത്ത് താമസിക്കേണ്ടി വരും. ഏയ് ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. സഹിക്കൂല. കണ്ട ഏട്ടന്റെ വിരലുകൾ അഭിനയിക്കണ കണ്ട. അങ്ങനെ ആ ഫ്ലാഷ് ബാക്ക് കഴിയും. ഈ സമയത്ത് നമ്മുടെ ചെന്നൈ അണ്ണൻ പേട്ടന്റെ ഒരു കൂട്ടുകാരനെ കൊല്ലും. എന്നിട്ട് ആ കാര്യം പേട്ടനോട് പറയും. അപ്പൊ പേട്ടൻ ഇരുന്ന് കരയും. പിന്നെ ചെന്നൈ അണ്ണന്റെ ആൾക്കാര് പേട്ടനെ പിടിക്കാനായിട്ട് അങ്ങോട്ട് വരും. എന്നിട്ട് ഏട്ടന്റെ ജിപ്സി കത്തിക്കും. അപ്പൊ എന്നെ അങ്ങോട്ട് ഏട്ടൻ വന്നിട്ട് കാട്ടവരാ തന്നിട്ടാന്ന് അവർക്ക് കാട്ടി കൊടുക്കും. കാട്ടുതീ എന്താണെന്ന് കാണിച്ചു കൊടുത്തിട്ട് വരാം. ആഴ്ചയിലൊരിക്കൽ മുണ്ടെടുക്കണം എന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞു. ബാറുള്ളോടത്തോളം കാലം ഒരു ഡബിൾ മുണ്ട് ഒറ്റയ്ക്ക് ഒരാൾക്ക് പറ്റില്ല. എന്റെ ദൈവമേ, ലാലേട്ടൻ തകർത്തുണ്ട്. ഇത് ആറാടുകയാണ്. ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യക്ഷപ്പെട്ട പിന്നെ ചെന്നൈ അണ്ണൻ നമ്മുടെ പേട്ടനുള്ള സ്ഥലത്തേക്ക് വന്നിട്ട് പേട്ടനെ പൊക്കും. എന്നിട്ട് ഇടിച്ചു കൂട്ടും. ആ വിനീതിന്റെ നടത്തത്തിനൊരു സ്വാഗതം ഉണ്ടല്ലോ, അത് മറ്റവർക്കൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ പേട്ടൻ വീണ്ടും ജയിലിലാവും. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ ജയിലിൽ വന്നിട്ട് പേട്ടനെ രക്ഷിക്കും. പിന്നെ ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു വില്ലൻ വന്നിട്ട് ഇനി സെക്കൻഡ് പാർട്ട് നമുക്ക് വെറുപ്പിക്കാന്ന് പറഞ്ഞിട്ട് അവസാനിക്കും. അങ്ങനെ പടം കഴിഞ്ഞു. ഇനി അടുത്ത കമ്പാക്കിന് കാണാം. ബൈ ബൈ. സത്യം പറയാലോ, ഇത് നമുക്ക് മെസ്സേജ് അയച്ച ആൾക്കാരോട് നമുക്ക് അതേ പറയാം. നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. ആള് ചെയ്തിട്ടുള്ള ഏറ്റവും കിട്ടുന്ന റോസ്റ്റുകളിൽ ഒന്നാണ്. ഭീകര സാധനം. എന്തൊരു ചെറിയ വേട്ടം വലിയ വേട്ടം. എന്നിട്ട് ഏട്ടനും പേട്ടനും നമ്മൾ കണ്ടുമുട്ടിന്ന് കൊറേ സാധനങ്ങളുണ്ട്. കൊറേ എന്റെ അമ്മയെ ധ്യാനിക്ക് എന്താണ് ചെയ്തിരിക്കുന്നത്?
ഭീകരം. സിനിമയിൽ കിട്ടിയില്ല അത്രക്കും ഭീകരമായിട്ടുള്ള ബിൽഡപ്പ്. എന്താ ഗംഭീരായിട്ടും. സത്യമായിട്ട് പറയട്ടെ, ലാലേട്ടനെ ഇങ്ങനെ പടച്ചു വെച്ച ഒരാൾക്കാരുണ്ടാവില്ല കേട്ടോ. സത്യം ഇത്രയ്ക്കും മോശമാക്കിയിട്ട് ഓരോ ഫ്രെയിമിലും അത്രയും മോശമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും റോസ്റ്റ് ആയിട്ട് മാത്രം കാണാം, വേറെ ഇതിലേക്ക് ഒന്നും മറ്റുള്ള രീതിയിലൊന്നും ചിന്തിക്കാതെ ഒരു സിനിമയെ കുറിച്ച് റോസ്റ്റ് ചെയ്യുന്ന സാധനം, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും നമുക്ക് പോവാം. അപ്പോൾ പോവാം. ഞങ്ങൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കേട്ടോ. അതെ, കാരണം ഇത് തിയേറ്ററിൽ അനുഭവിച്ചതിന്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അത് തീർത്തു എന്നുള്ളതൊന്നും ആലോചിച്ച് നോക്ക്. അതിനകത്ത് ഫസ്റ്റ് സംഭവങ്ങളിലെ കുറച്ച് സാധനങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ, അവസ്ഥയായിരുന്നു. ഇതിൽ എന്തൊക്കെ ഉണ്ട്? ഇനി ലാലേട്ടന് കുറെ പേര് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ പേരിട്ട് കൊടുത്തിട്ടുള്ളത് ഒരൊറ്റ സിനിമയിലേ. റിയലോജിന്റെ പവർ വരെ ഇല്ലാതാക്കി. ഒറ്റ എണ്ണമായിരുന്നെങ്കിൽ പോലും എന്തൊരു രസം ഉണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് കൊണ്ടോട്ട് പല പേരാ പറയുന്നില്ല. അപ്പൊ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ ബൈ.